മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന കുടുംബങ്ങളെ വിലയിരുത്തുകയും അതിനെ സമകാലീന സാഹചര്യങ്ങളോട് സമരസപ്പെടുത്തുകയും ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. അതിന്റെ തുടർച്ച എന്ന വണ്ണം യാക്കോബിന്റെ കുടുംബജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യാക്കോബിന്റെ കുടുംബജീവിതം ആരംഭിക്കുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങുന്നത് യാക്കോബ് തന്റെ അമ്മയുടെ സഹോദരന്റെ അടുത്തേക്ക് പോകുന്ന രംഗത്ത് നിന്നാണ്. അതായത് ഏസാവിൽ നിന്ന് തന്റെ കടിഞ്ഞൂൽ അവകാശം പിടിച്ചു വാങ്ങി കാപട്യത്തിൽ തന്റെ പിതാവിന്റെ അനുഗ്രഹം കൈവശപ്പെടുത്തി വിജയശ്രീലാളിതനെന്ന് കരുതി നിന്നിരുന്ന യാക്കോബിനെ അവന്റെ മാതാവ് തന്റെ സഹോദരന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്, ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി. ഏസാവ് എങ്ങനെയെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് കരുതി. അങ്ങനെ തന്റെ മാതൃ സഹോദരന്റെ ഭവനത്തിലെത്തി അവിടെ ജീവിക്കവേ അദ്ദേഹത്തിന്റെ മക്കളെ, പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് യാക്കോബ് ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് റാഹേലിനെ വിവാഹം കഴിക്കാനാണ്. അതിനുവേണ്ടി 7 വർഷക്കാലം അദ്ദേഹം അവിടെ ജോലി ചെയ്യുക. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ച അനുഭവമോ, റാഹേലിനു പകരം ആദ്യം ലേയായെയാണ്, മൂത്ത പുത്രിയായ ലേയായെയാണ് അദ്ദേഹത്തിന് ഭാര്യയായി ലഭിച്ചത്. എന്നാൽ തന്റെ ആഗ്രഹം റാഹേലിനെ വിവാഹം കഴിക്കണമെന്ന് തന്നെ ആയിരുന്നത് കൊണ്ട് തുടർന്നും ഒരു 7 വർഷം കൂടി അതിനുവേണ്ടി ജോലി ചെയ്യുവാനും ത്യാഗം അനുഭവിക്കുവാനും അദ്ദേഹം തയ്യാറായി. അങ്ങനെ റാഹേലിനെയും തന്റെ സ്വന്തമാക്കുന്നു. അങ്ങനെ ആ നാട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ തന്റെ സന്തതി പരമ്പരകൾ ഉണ്ടാവുകയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭൗതിക സ്വത്തുകൾ സീമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ കൂടിക്കൂടി വന്നപ്പോൾ ലാബാന് പോലും ഒരൽപ്പം അസ്വാരസ്യം ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ലാബാനോട് പറഞ്ഞു, അങ്ങ് എന്നോട് ദയവ് കാണിക്കണം, ഞാൻ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എൻ്റെ സ്വത്തുവകകളും ഒക്കെയായി തിരികെ എൻ്റെ നാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തിരികെ ഏസാവിന്റെ അടുക്കലേക്ക്, തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയി. അങ്ങനെ തിരികെ എത്തി അവിടെ വാസമുറപ്പിച്ച യാക്കോബ് തന്റെ മക്കളെ നിരന്തരം തന്റെ ജീവിത കാര്യങ്ങളിൽ സഹായിക്കുവാനായി എപ്പോഴും സന്നദ്ധരാക്കിയിരുന്നു. അപ്പോൾ ആട് മേയ്ക്കാനും അതുപോലെ അനുബന്ധമായ ജോലികൾക്കുമായി ഈ സഹോദരന്മാർ പുറത്തു പോവുക പതിവായിരുന്നു. 12 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ റാഹേലിൽ ഉണ്ടായ ജോസഫിനോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോസഫിനോട് മറ്റ് സഹോദരന്മാർക്ക് സ്വാഭാവികമായ ഒരു അസൂയയും ഉണ്ടായിരുന്നു. നമ്മൾ ഏത് കുടുംബത്തിന്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാലും ആത്യന്തികമായി ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് അസൂയ ഉടലെടുക്കുമ്പോഴാണ്. ഇങ്ങനെ സഹോദരന്മാർക്ക് ജോസഫിനോട് തോന്നിയ അസൂയ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു മാറ്റം വരുത്തുന്നു, ദൈവിക പദ്ധതിക്ക് മാർഗമായി തീരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ്? സഹോദരനോട് അസൂയയുണ്ടായിരുന്ന, ജോസഫിനോട് അസൂയയുണ്ടായിരുന്ന യാക്കോബിന്റെ മറ്റു മക്കൾ ഒരു ദിവസം തങ്ങളോടൊപ്പം ഇവൻ ആടുകളെ മേയ്ക്കാൻ വന്നപ്പോൾ അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ അവരാലോചിച്ചു, പിതാവിന് ഇവനോടാണ് സ്നേഹം കൂടുതൽ, ഇവനെ ഒഴിവാക്കിയാൽ നമുക്ക് ആ സാഹചര്യത്തെ ജയിക്കാനാവും. അതുകൊണ്ട് തൊട്ടടുത്ത് കണ്ട ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവർ ജോസഫിനെ എറിഞ്ഞു കളയുക. എന്നിട്ട് പിതാവിന്റെ അടുക്കൽ ചെന്ന് അവനെ കാട്ടുമൃഗങ്ങൾ കടിച്ചു തിന്നു എന്ന് കള്ളം പറയാനും അവർ തീരുമാനിക്കുന്നു. എന്നാൽ പിന്നീട് അവർ മാറി ചിന്തിക്കുകയാണ്. യൂദാ പറയാണ്, നമ്മൾ എന്തിനാണ് നമ്മുടെ സഹോദരന്റെ രക്തത്തിന് മറുപടി പറയാൻ നിൽക്കുന്നത്? അത് മറച്ചു വെച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാണ്? ഒരു കാര്യം ചെയ്യാം, കച്ചവടക്കാർക്ക് നമുക്ക് അവനെ വിൽക്കാം. അതുവഴി കടന്നുപോയ കച്ചവടക്കാരുടെ കൈകളിലേക്ക് അവനെ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവിക പദ്ധതി പ്രകാരം ജോസഫ് ഈജിപ്തിലെത്തി.
ദൈവം മുൻകൂട്ടി കണ്ട പദ്ധതിയായിരുന്നു ജോസഫ് ഈജിപ്തിലെത്തണം. അവിടെ എത്തിയ ജോസഫ് ഫറോവയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന പൊത്തിഫാറിന്റെ സേവകനായി അദ്ദേഹത്തോടൊപ്പം നിന്നു. അവിടെ നിൽക്കുമ്പോൾ ഫറോവയുടെ സ്വപ്നം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്ഞാനം, ദൈവികമായ ജ്ഞാനം മനസ്സിലാക്കി ഫറോവോ അദ്ദേഹത്തെ തന്നോടൊപ്പം നിർത്തുകയും തന്റെ രാജ്യത്തിന്റെ മേധാവിയായി, തന്റെ സൈന്യങ്ങളുടെ മേധാവിയായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഈജിപ്തിന്റെ ഏതാണ്ട് നിയന്ത്രണം ജോസഫിന്റെ കൈകളിലെത്തി. ആ സമയത്താണ് നാട്ടിൽ അതിഭയങ്കരമായ ഒരു ക്ഷാമം ഉണ്ടാകുന്നത്. മറ്റെല്ലാവരെയും പോലെ യാക്കോബിനും അവന്റെ മക്കൾക്കും ഇതേ ക്ഷാമം അനുഭവപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? എവിടെയാണോ ധാന്യം ലഭിക്കാൻ സാധ്യതയുള്ളത് ആ പ്രദേശം അന്വേഷിച്ചു പോകും. അപ്പോഴാണ് ഈജിപ്തിൽ ആവശ്യത്തിന് ധാന്യമുണ്ടെന്ന് കേട്ട് ഈജിപ്തിലേക്ക് യാക്കോബ് തന്റെ മക്കളെ പറഞ്ഞയച്ചു. അവരവിടെ ചെന്നപ്പോൾ ജോസഫിന് ആദ്യമേ തന്റെ സഹോദരങ്ങളെ മനസ്സിലായി. എന്നാൽ അദ്ദേഹം അതൊന്നും മുഖത്ത് കാണിച്ചില്ല. സഹോദരങ്ങൾക്കോ അവനെ ഒട്ടും മനസ്സിലായതുമില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ ധാന്യം ശേഖരിച്ച് തിരികെ പോരുന്നു. ഇങ്ങനെ പിന്നീട് പക്ഷേ ജോസഫ് ഒരു ആവശ്യം മുൻപോട്ട് വെച്ചു. ഇനി നിങ്ങൾ ധാന്യം ശേഖരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ കൂടി നിങ്ങളുടെ ഒപ്പം കൊണ്ടുവരണം. അത് അദ്ദേഹം നിർബന്ധമായി പറഞ്ഞു. എന്നാൽ ബെഞ്ചമിനെ വിട്ടുകൊടുക്കാൻ യാക്കോബ് തയ്യാറായിരുന്നുമില്ല. അങ്ങനെ സഹോദരന്മാർ ധാന്യം ശേഖരിക്കാനായിട്ട് പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. വലിയ തർക്കങ്ങൾക്ക് ശേഷം ബെഞ്ചമിനെയും കൂട്ടി അവർ ജോസഫിന്റെ അടുത്തേക്ക് എത്തുന്നു. ആ തവണ ജോസഫ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ പിന്നീട് ജോസഫ് ഈജിപ്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് യാക്കോബും അവരോടൊപ്പം ജോസഫിന്റെ അടുത്തേക്ക് ഈജിപ്തിലേക്ക് പോയി. നോക്കുക, ദൈവിക പദ്ധതി അരങ്ങേറപ്പെടുന്നത് എപ്രകാരമാണെന്ന്, യാഥാർത്ഥ്യമായി തീരുന്നത് എപ്രകാരമാണെന്ന്. സഹോദരന്മാർക്ക് തോന്നിയ അസൂയ, അവനെ ഒഴിവാക്കണമെന്ന് അവർക്ക് തോന്നിയ ആ നിമിഷം, അത് ദൈവം പുതിയൊരു പദ്ധതിയായി, അവനെ പറ്റിയുള്ള ശാശ്വതമായ പദ്ധതി നിറവേറ്റുന്നതിനുള്ള മാർഗമായി മാറ്റുന്നതാണ്, പരിവർത്തനം ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സഹോദരന്മാർ അവനെ വിറ്റേ പറ്റൂ. കാരണം അവൻ എങ്ങനെയും ഈജിപ്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ദൈവികമായിട്ടുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം സ്വാഭാവികമായും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിന്റെ മറ്റൊരു മുഖമാണ് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതിൽ അസൂയക്കുള്ള സ്ഥാനം. എല്ലാ സഹോദരന്മാർക്കും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി വസിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ പിതാവിന് ഒരല്പം സ്നേഹം കൂടുതൽ ജോസഫിനോടുണ്ട് എന്നുള്ള അവരുടെ വ്യാഖ്യാനമാണ് ജോസഫിനെ ഒഴിവാക്കുവാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേർതിരിവുകളും മതിലുകളും ഒക്കെ മാറ്റി ഐക്യത്തോടും സ്നേഹത്തോടും കൂടി മുൻപോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് യാക്കോബിന്റെ കുടുംബജീവിതം നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നത്. അങ്ങനെ അബ്രഹാമിന്റെ കഥ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കുടുംബജീവിതങ്ങൾ, ഇതൊക്കെയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് നാമും വിശ്വസ്തരായിരുന്നാൽ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വാഭാവികമായും എത്തിച്ചേർന്നുകൊള്ളും എന്ന ചിന്തയിലേക്ക് നമ്മളെ നയിക്കണം. ഇനി നമുക്ക് ഒരുപാട് പഠിക്കുവാനുള്ള ഒരു കുടുംബമുണ്ട്. അത് മോശയുടെ കുടുംബമാണ്. എന്താണ് മോശയ്ക്ക് ബൈബിളിന്റെ ചരിത്രത്തിലുള്ള സ്ഥാനം? ലോകത്തിന് കൽപ്പനകൾ നൽകപ്പെട്ടത് മോശയുടെ കരങ്ങളിൽ കൂടെയാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് മനുഷ്യന്റെ മേൽ ഉള്ള നിയന്ത്രണം അത് മോശയിൽ കൂടെ യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കി കാണുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ അവന്റെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശയുടെ കുടുംബ ചരിത്രം. അതായത് അബ്രഹാമിന് ശേഷം ഈജിപ്തിൽ വാസമുറപ്പിച്ച ജനങ്ങൾ അവിടെ അവർ ശക്തമായ ഒരു ജനമായിട്ട് മാറുകയാണ്. കാരണം ഇവർ വളരെ പരിശ്രമശാലികളായ മനുഷ്യരായിരുന്നു, അധ്വാനശീലരായ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് ഇവർ അവിടുത്തെ ഒരു പ്രബലമായ ജനവിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹെബ്രായർ ശക്തി പ്രാപിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയാണ് എന്ന് തോന്നിയ തദ്ദേശീയരായ ആളുകൾ അവിടുത്തെ സൂതി കർമ്മണികളെ ഏർപ്പാടാക്കുകയാണ്. നിങ്ങൾ ചെന്ന് ഹെബ്രായർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും വധിക്കണം. അതിന്റെ അർത്ഥം എന്താണ്?
പെൺകുട്ടികളാണെങ്കിൽ അത്രമാത്രം പ്രബലമായിട്ട് ഇവർ മുൻപോട്ട് വരില്ല. ആൺകുട്ടികളെയാണ് നശിപ്പിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശയുടെ ജനനം. മോശ അതികോമളനായ ഒരു ശിശുവായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയ്ക്ക് മോശയെ ഉപേക്ഷിക്കാൻ ഒട്ടും മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവർ അതിമനോഹരമായ ഒരു പേടകം ഉണ്ടാക്കി അതിൽ കോമളനായ ഈ ശിശുവിനെ കിടത്തി നൈൽ നദിയിൽ ഒഴുക്കി. പക്ഷെ അവനെ വിട്ടുകളയാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവന്റെ സഹോദരി ഈ പേടകം പോകുന്നതിന് പുറകെ നീങ്ങിക്കൊണ്ടിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഈ പേടകം ചെന്ന് നിന്നത് ഫറവോയുടെ മകള് കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ്. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അതികോമളനായ ഒരു ശിശു. ഇവരെ എങ്ങനെയെങ്കിലും തനിക്ക് വളർത്തണം എന്ന് ഫറവോയുടെ മകൾ തീരുമാനിച്ചു. അങ്ങനെ മോശയ്ക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി. അതായത് അവന് മനുഷ്യോചിതമായി കൊട്ടാരത്തിൽ ജീവിക്കുവാൻ ഒരു സാഹചര്യം. എന്നാൽ ഇവനെ വളർത്തുവാൻ ആരെങ്കിലും വേണമല്ലോ, മുലയൂട്ടുവാൻ ആരെങ്കിലും വേണമല്ലോ. ഈ സഹോദരി ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ഓടിച്ചെന്ന് ഈ കുട്ടിയോട് പറയുകയാണ്, ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ടി ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുതരട്ടെയോ. അവൾ ഓടിച്ചെന്ന് തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മോശ തന്റെ അമ്മയുടെ തന്നെ പരിചരണത്തില് തന്റെ ബാല്യകാലം ചിലവഴിച്ചു. പക്ഷേ അദ്ദേഹം കടന്നു പോകുന്ന ചില മാനസിക സംഘർഷങ്ങളുണ്ട്. അദ്ദേഹത്തിന് തന്റെ തനതായ വ്യക്തിത്വം മനസ്സിലാവുന്നുണ്ട്. താൻ ഒരു ഹെബ്രായനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ താൻ വളരുന്നത് മറ്റൊരു കൊട്ടാരത്തിലാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ സാരമായിട്ട് ബാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് യുവാവായിരിക്കുന്ന അവസരത്തിൽ തന്നെ രണ്ടുപേർ തമ്മിൽ വാക്കുതർക്കം നടത്തുന്നു. ഒരാൾ ഹെബ്രായനായിരുന്നു. അപ്പോൾ അവൻ ചെയ്യാൻ പോയത് എന്താണ്? ആ ഈജിപ്തുകാരനെ തല്ലി ഒറ്റ അടി കൊടുത്തു. ആ അടിയിൽ അവൻ മരിച്ചു. ആ മരിച്ചു വീണ വ്യക്തിയെ അവിടെ തന്നെ കുഴിച്ചു മൂടി. നോക്കുക, ഒരു യൗവനത്തിന്റെ ആരംഭത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെ ഇയാളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു ചിന്താഗതി വളർന്നു വന്നു? ഇത് വളർന്ന സാഹചര്യമാണ്. അതായത് തന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനാവാതെ ഉഴലുന്ന ഒരു മനുഷ്യന്റെ മാനസിക സംഘർഷം, തനിക്ക് ചുറ്റും തന്റെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ പറ്റിയുള്ള ദുഃഖം, ഇതൊക്കെ മോശയെ നിരന്തരം സംഘർഷഭരിതനാക്കിയിരുന്നു. ആ സംഘർഷമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ച് ക്രൂരതകളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ ഈ കൊലപാതകം അദ്ദേഹം നടത്തുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ശിശുക്കൾക്ക് തങ്ങളുടെ ഭാവിയിൽ അവരുടെ സ്വഭാവം എന്തായി തീരണം എന്നുള്ളതിൽ അവരുടെ ചുറ്റുപാടിന് അതിപ്രധാനമായ ഒരു സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ട പരിശീലനം തികച്ചും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരിക്കണം. അവരുടെ സ്വഭാവങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം നയിക്കുന്ന രീതിയിൽ വേണം നമ്മളുടെ കുടുംബങ്ങളിൽ പരിശീലനം നൽകപ്പെടാൻ. മാനസിക സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കപ്പെടണം. വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുവാൻ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ സജ്ജരാക്കണം. പിന്നീട് മോശയ്ക്ക് വന്ന മാറ്റം നമ്മൾ കാണുന്നുണ്ട്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതോടുകൂടി മോശ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. മോശ പറയുന്നത് എന്താണ്? എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, ഞാനൊരു വിക്കനായ മനുഷ്യനാണ്, എനിക്ക് എങ്ങനെ ഈ ജനതയെ രക്ഷിക്കാൻ സാധിക്കും? പക്ഷെ ദൈവം പറയുന്നു, നിനക്കെന്റെ കൃപ മതി, ഞാൻ നിന്നെ ഇതിന് യോഗ്യനാക്കിക്കൊള്ളാം. ദൈവത്തിൽ വിശ്വസിച്ചു മോശ. അങ്ങനെ അസാധ്യമെന്ന് കരുതിയിരുന്നത് മോശയിലൂടെ സാധ്യമായി തീർന്നു. അതായത് മോശയുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വളരുന്ന സാഹചര്യം കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ നല്ല സാഹചര്യം കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്, ദൈവത്തിൽ ആശ്രയിച്ചാൽ അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കി തീർക്കുവാൻ ദൈവപിതാവിന് സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം. ഈ രണ്ട് കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കാലിക സമൂഹത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കുടുംബ ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ ദൈവത്തിനുള്ള ആശ്രയത്വം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മോശയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ഇനിയുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് എടുക്കുവാൻ. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം,
അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഈ വിധത്തിലൊക്കെ കുടുംബത്തിന്റെ സുസ്ഥിതിയെ പറ്റി പറയുവാൻ പറ്റുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സാമുവലിന്റെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്ത് പറയാവുന്നതാണ്. ജീവിത സാഹചര്യം, പ്രാർത്ഥനയുടെ ശക്തിയിലാണ് കുടുംബത്തിന്റെ സുസ്ഥിതി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാമുവലിന്റെ ജീവിതം. അതോടൊപ്പം പരിപൂർണ സമർപ്പണമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളതും സാമുവലിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമുവലിന്റെ അമ്മ ഹന്ന എപ്പോഴും പ്രാർത്ഥനാ നിരതയായ ഒരു സ്ത്രീയായിരുന്നു. തനിക്ക് മക്കളില്ലാതിരുന്നപ്പോൾ കണ്ണുനീരോടുകൂടി അവൾ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു മകനെ തന്നാൽ ഞാൻ പൂർണ്ണമായും അവനെ നിനക്ക് സമർപ്പിച്ചു കൊള്ളാം, മറ്റൊന്നുമല്ല, മറ്റു കുറുക്കു വഴികളൊന്നുമില്ല, അവനെ പൂർണ്ണമായിട്ടും നിനക്ക് ഞാൻ സമർപ്പിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഏലി അവളെ അനുഗ്രഹിച്ചു. ഏലി പറഞ്ഞു, നിനക്കൊരു പുത്രൻ ഉണ്ടാവും. തീർച്ചയായും അങ്ങനെ ഹന്ന സാമുവലിന് ജന്മം കൊടുത്തു. സാമുവലിന് തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ തന്നെ ഹന്ന പറഞ്ഞ വാക്ക് നിറവേറ്റി. ദൈവത്തിന്റെ ആലയത്തിൽ ഏലി പുരോഹിതന്റെ അടുക്കൽ സാമുവലിനെ പരിപൂർണമായിട്ടും സമർപ്പിച്ചു. സാമുവൽ ആ ദേവാലയത്തിൽ തന്നെ താമസിച്ച് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു. അപ്പോൾ ദൈവം വിളിക്കുന്നുണ്ട്. പല പ്രാവശ്യം സാമുവലിനെ ദൈവം വിളിക്കുന്നു. ഓരോ പ്രാവശ്യവും ഏലി പുരോഹിതനാണ് തന്നെ വിളിക്കുന്നതെന്ന് കരുതി ഓടി ഏലി പുരോഹിതന്റെ അടുത്ത് ചെല്ലും. പുരോഹിതൻ പറയും, ഞാൻ നിന്നെ വിളിച്ചില്ല. പക്ഷെ പിന്നീട് പുരോഹിതന് മനസ്സിലായി ദൈവമാണ് അവനെ വിളിക്കുന്നത്. അങ്ങനെ ദൈവപിതാവിന്റെ സ്വരം നേരിട്ട് ശ്രദ്ധിക്കുവാൻ തക്ക വിധം സാമുവലിനെ തയ്യാറാക്കിയത് അവന്റെ അമ്മയുടെ പരിപൂർണമായ സമർപ്പണമാണ്. ഇന്നത്തെ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവം ഇത് ആവശ്യപ്പെടുന്നു, പരിപൂർണമായ സമർപ്പണം. ഇന്ന് സമർപ്പണ ജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കുവാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? ആരും തയ്യാറല്ല. കാരണം അത് ആവശ്യപ്പെടുന്ന ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗം ഏറ്റെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ പരിപൂർണമായ ഒരു സമർപ്പണത്തിലേക്ക് നീങ്ങുവാൻ നമുക്കും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറുക്കു വഴികൾ തേടുകയല്ല, മറിച്ച് സമർപ്പണത്തിന്റെ വഴികൾ കണ്ടെത്തുവാൻ ഇന്നത്തെ കുടുംബങ്ങളിൽ നമുക്ക് സാധിക്കണം എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിച്ചാലും ദൈവിക പദ്ധതി പ്രകാരം മക്കളെ വളർത്തിയാലും പരമാവധി ശാന്തമായ സാഹചര്യങ്ങളും സമാധാനപൂർണമായ കുടുംബാന്തരീക്ഷവും അവർക്ക് വേണ്ടി ഒരുക്കിയാലും തെറ്റുപറ്റുക സ്വാഭാവികമാണ്. കാരണം മനുഷ്യന് സ്വാഭാവികമായും അവന്റെ കൂടപ്പിറപ്പായ ചില ബലഹീനതകളുണ്ട്. അത് മനുഷ്യ പ്രകൃതിയാണ്, ഒഴിവാക്കാനാവാത്തതുമാണ്. ഇതിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം, ഒരു ശക്തമായ ഉദാഹരണം വിശുദ്ധ ബൈബിളിലുണ്ട്. അതായത് തെറ്റുപറ്റിയാൽ നാം എന്ത് ചെയ്യണം, എന്താണ് അതിനുള്ള പ്രതിവിധി. ദാവീദ് രാജാവിന്റെ കഥ ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ദാവീദ് രാജാവ് വളരെ പ്രതാപവാനായിരുന്നു. വളരെ പ്രതാപത്തോടുകൂടി തന്റെ രാജ്യത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. വളരെ ശക്തനായ രാജാവ് എന്ന പേരെടുത്തിരുന്നു. ചെറിയ ബാലനായിരിക്കെ തന്നെ ഗോലിയാത്ത് എന്ന അതികായനെ പരാജയപ്പെടുത്തി വില്ലാളി വീരൻ എന്ന പേര് കേട്ടു. ഇതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ജ്ഞാനം, അറിവിന്റെ കാര്യത്തിൽ, ജ്ഞാനത്തിന്റെ കാര്യത്തിൽ പകരം വെക്കാൻ ആവപ്പെടാത്ത വ്യക്തി എന്ന നിലയിൽ പോലും അദ്ദേഹം അറിയപ്പെട്ടു. ഇങ്ങനെ എല്ലാ തരത്തിലും ഖ്യാതി നേടിയ വിഖ്യാതനായ ദാവീദ് രാജാവിനും ഒരു തെറ്റുപറ്റുന്നുണ്ട്. അതായത് രാജസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ്. രാജഭടനായിരുന്ന ഉറിയായുടെ ഭാര്യ ബത്ശബായെ സ്വന്തമാക്കി എന്നുള്ളത്. ഇത് തെറ്റാണെന്ന് നാഥാൻ പ്രവാചകൻ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈ തെറ്റിനുള്ള ശിക്ഷ താൻ അനുഭവിച്ചേ തീരൂ എന്ന് പ്രവാചകനിലൂടെ അദ്ദേഹം മനസ്സിലാക്കി. ആ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു. ബത്ശബായിൽ അദ്ദേഹത്തിനുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷേ ഈ തെറ്റു പറ്റിയപ്പോൾ ദാവീദ് എങ്ങനെയാണ് പ്രതികരിച്ചത്? താൻ ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദിന്റെ ചിന്താഗതിയിൽ ഉണ്ടായ മാറ്റം എന്തായിരുന്നു? തെറ്റ് തിരിച്ചറിഞ്ഞ ദാവീദ് പാപസങ്കീർത്തനത്തിൽ മുഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തിരിച്ചുവരവായിരുന്നു.
ദൈവത്തിന് മുൻപിൽ ഒന്നും മറയ്ക്കുവാനില്ലാത്ത ദാവീദ് ദൈവത്തിന്റെ മുൻപിൽ സ്വയം താഴ്ത്തി ചാക്കൊടുത്ത് തന്റെ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പാപസങ്കീർത്തനത്തിൽ മുഴുകി ജീവിച്ചു. ഓർക്കുക, ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി, ശക്തനായ രാജാവ് തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് തൻ്റെ സൽകൃത്യങ്ങൾക്ക് ഭംഗം വരുത്തിയപ്പോൾ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ മാത്രയിൽ തിരിച്ചു വരാനുള്ള വലിയ മനസ്സ് കാണിച്ച ദാവീദ്. ഇതാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ നമുക്ക് ആവശ്യം. അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഭവനത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒക്കെ അകന്നു നിൽക്കുന്ന നിരവധി വ്യക്തികൾ നമ്മളുടെ കുടുംബങ്ങളിലുണ്ട്. തെറ്റിപ്പോയവർ നിരവധിയാണ്, അറിഞ്ഞോ അറിയാതെയോ ആവാം. പക്ഷേ തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണെന്നും മാനുഷികമാണെന്നും തിരിച്ചറിഞ്ഞ് തനിക്ക് സംഭവിച്ചത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തിരിച്ചുവരവ്, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുമാത്രമേ നമുക്ക് ശാശ്വതമായ രക്ഷ പകർന്നു തരുകയുള്ളൂ. ഈ വലിയ ബോധ്യത്തോടു കൂടി മാത്രമേ നമുക്ക് മുൻപോട്ട് സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമ ചരിത്രത്തിൽ കൂടെ എങ്ങനെ ബൈബിളിലെ കുടുംബങ്ങളിൽ നിന്ന് ആധുനിക കുടുംബങ്ങളിലേക്ക് മൂല്യങ്ങൾ എത്തിക്കാം, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, മാതൃകാപരം എന്ന് നമുക്ക് കാണാവുന്ന ഒരു കുടുംബം കൂടെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നസ്രായനായ യേശുവിന്റെ കുടുംബം. മാനുഷികമായി പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായിരുന്ന യേശു മിശിഹ ഈ ലോകത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് വന്നു പിറന്നത്. ഇവിടുത്തെ ഓരോ വ്യക്തികളും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നവരാണ്. പ്രധാനമായിട്ടും യൗസേപ്പ് പിതാവ്, കുടുംബത്തിന്റെ നാഥൻ. ഒരു കുടുംബത്തിന്റെ സുസ്ഥിതി എപ്രകാരം ഒരു ഗൃഹനാഥനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളത് ജോസഫിൽ നിന്ന് പഠിക്കണം, യൗസേപ്പ് പിതാവിൽ നിന്ന് പഠിക്കണം. അതായത് തൻ്റെ ഭാര്യ തന്നിൽ നിന്നല്ലാതെ ഗർഭിണിയായി കാണപ്പെടുന്നു, പക്ഷേ ഒരിക്കലും അദ്ദേഹം അവളെ അപമാനിക്കുന്നില്ല. രഹസ്യമായോ പരസ്യമായോ അവളെ മാനഹാനിപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അത് വിശ്വസിച്ച് തൻ്റെ ഭാര്യയെയും അവളിലുണ്ടായ മകനെയും സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾക്ക് യൗസേപ്പ് പിതാവിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കുടുംബങ്ങളിലാണെങ്കിലും ഇത്രയും വലിയ തെറ്റൊന്നും വേണ്ട, ഇത്രയും വലിയ കാര്യമൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, ചെറിയ അസ്വാരസ്യങ്ങൾ മതി. രഹസ്യമായും പരസ്യമായും പരസ്പരം അപമാനിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ കാണുക, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ. അത് നമ്മളുടെ കുടുംബജീവിതത്തിന് എന്നും ഒരു വിള്ളലായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. കുടുംബനാഥൻ എന്നുള്ള നിലയിൽ, കുടുംബനാഥ എന്നുള്ള നിലയിൽ തൻ്റെ കുടുംബത്തിന്റെ സുസ്ഥിതിക്കു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുവാനും വേണ്ടി വന്നാൽ സ്വയം പീഡനങ്ങൾ ഏൽക്കാനും ഓരോ ഗൃഹനാഥനും ഓരോ ഗൃഹനാഥയും തയ്യാറാകുമ്പോഴാണ് കൃപ നിറയുന്ന കുടുംബങ്ങൾ ഒരു അർത്ഥവത്തായ യാഥാർത്ഥ്യമായി മാറുന്നത്. ഇത് മാത്രമല്ല, പരിശുദ്ധ അമ്മ പഠിക്കപ്പെടേണ്ട ഒരു മാതൃകയാണ്. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഒരു പുത്രനെ പ്രസവിക്കുന്നു. ചെറുപ്പകാലത്ത് ശൈശവപ്രായത്തിൽ അവനുമായി രക്ഷപ്പെടാൻ വേണ്ടി നെട്ടോട്ടമോടുന്നു. പക്ഷേ ഒരിക്കലും തൻ്റെ മകനെ സ്വാർത്ഥപരമായി ചേർത്ത് നിർത്തുന്ന ഒരു അമ്മയല്ല. ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ശരിയായ തിരിച്ചറിവോടുകൂടി ദൈവത്തിന്റെ പദ്ധതിക്ക് സ്വന്തം മകനെ വിട്ടുകൊടുത്ത അമ്മയാണ്. നസ്രത്തിലായിരിക്കുമ്പോൾ യേശുവിന്റെ ജീവിതം എടുത്തു പറയുന്ന ഒന്നാണ്. അതായത് ശിശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നാണ് പറയുക. അപ്പോൾ മാതൃകയാക്കാവുന്ന ഒരു പിതാവ്, ഏവർക്കും എപ്പോൾ വേണമെങ്കിലും അടുത്തനുകരിക്കാവുന്ന ഒരു മാതാവ്, അവർക്ക് വിധേയനായി ജീവിക്കുന്ന ഒരു മകൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വിധേയത്വത്തിൽ വളരുന്ന ഒരു ശിശു. അവൻ സ്വന്തം പിതാവിനെ ഗൃഹകാര്യങ്ങളിൽ സഹായിച്ചും മറ്റും 12 വയസ്സുവരെ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് ഈ മകൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോഴോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞോ
പിന്നീട് കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി നമ്മൾ എങ്ങും കാണുന്നില്ല. പക്ഷേ തൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മകനെ കാൽവരി കുന്നിന്റെ നെറുകയിൽ നമുക്ക് കാണാൻ പറ്റും. കഠിനമായ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കുരിശിൽ കിടന്ന് പിടയുമ്പോൾ തൻ്റെ അമ്മ തൻ്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആ മകനുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാം. തൻ്റെ അമ്മയ്ക്ക് ആശ്രയമില്ലാതാകുമല്ലോ, ഒരു മകൻ എന്ന നിലയിൽ ആശ്രയിക്കാൻ താനില്ലല്ലോ. ഈ ഒരു ചിന്ത കൊണ്ടായിരിക്കാം യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുകയാണ്, അമ്മേ ഇതാ നിന്റെ മകൻ. നോക്കുക, തൻ്റെ മാതാവിന്റെ ഉത്തരവാദിത്വം താൻ വേർപിരിയുന്ന വേളയിൽ തനിക്ക് വിശ്വസ്തനായ ഒരാളെ ഭരമേൽപ്പിക്കുന്ന ഒരു പുത്രൻ. കുടുംബ ബന്ധത്തിന്റെ ശക്തമായ നൂലിഴകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിതാവും മാതാവും കുട്ടികളും തമ്മിലുള്ള ബന്ധം. ഇത്തരത്തിൽ നസറത്തിലെ കുടുംബം പോലെയുള്ള ഒരു സ്നേഹഭവനമാണ് നമ്മളും സ്വപ്നം കാണേണ്ടത്. അങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ കൃപ നിറയുന്ന കുടുംബങ്ങളായി നമ്മളുടെ കുടുംബങ്ങൾ മാറ്റപ്പെടുകയുള്ളൂ. എന്ന് പറയുമ്പോൾ നസറത്തിലെ തിരുക്കുടുംബം സന്തോഷം മാത്രം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എന്ന് കരുതരുത്. ശക്തമായ വേദനകളും കഷ്ടപ്പാടുകളുമുള്ള കുടുംബമായിരുന്നു. പക്ഷേ ആത്യന്തികമായി ദൈവത്തിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബമായിരുന്നു നസറത്തിലെ തിരുക്കുടുംബം. ഈ തിരുക്കുടുംബത്തിന്റെ മാതൃക കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിന് ഒരു മാതൃകയാവണം. ഇത് മാത്രമല്ല, പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു കുടുംബം കൂടിയുണ്ട്. കുടുംബമായിട്ട് കഥ പറയുന്നില്ലെന്നേ ഉള്ളൂ. തിമോത്തിയുടെ അമ്മയെ പറ്റി പറയുന്നുണ്ട്. തിമോത്തിയുടെ അമ്മയെ പറ്റി പറയുന്നത് എന്താണ്? അവൾ തൻ്റെ വിശ്വാസം അതേ തീക്ഷ്ണതയോടുകൂടി തൻ്റെ മകനിലുണ്ട്, മകൻ കൊടുത്തിട്ടുണ്ട്. ഇത് പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിശ്വാസത്തിന്റെ വലിയ വെളിച്ചം. ഇതാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതികൂലമായ ഒരു സാഹചര്യം വന്നാൽ അഭിമുഖീകരിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സത്യവിശ്വാസം അതിൻ്റെ യഥാതഥമായ അർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഭാവിയെപ്പറ്റി അവർക്ക് ശുഭപ്രതീക്ഷ ഇല്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ പദ്ധതികളെ പറ്റിയുള്ള ബോധ്യം അവർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? സ്വന്തം കുടുംബങ്ങളിൽ നിന്ന്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നമുക്കൊന്ന് ഉടച്ചു വാർക്കാം. ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതിനൊക്കെ അപ്പുറം കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി നമ്മുടെ കുടുംബത്തെ നമുക്കൊരു സ്നേഹാലയമാക്കണം. നമ്മുടെ കുടുംബത്തെ പ്രാർത്ഥനയുടെ കേദാരമാക്കണം. നമ്മളുടെ കുടുംബത്തിന്റെ വളർച്ച ദൈവിക പദ്ധതി പ്രകാരമായിരിക്കണം. നമ്മളുടെ കുടുംബങ്ങളെല്ലാം ജീവന്റെ സ്രോതസ്സുകളായി മാറണം. ഒരിക്കലും ജീവനെ ഹനിക്കുന്ന ഇടങ്ങളല്ല, മറിച്ച് ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളായി നമ്മളുടെ കുടുംബങ്ങൾ മാറണം. ദൈവത്തെ നമ്മളുടെ രാജാവായി, നമ്മളുടെ നേതാവായി, കർത്താവായി സ്വീകരിക്കുന്ന നിമിഷം നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെ നാം ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ വരും തലമുറയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉതിർക്കാം. വരും തലമുറയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ദീർഘവീക്ഷണത്തോടുകൂടി നമ്മൾ കാണണം അവരുടെ ജീവിതം എപ്രകാരമായിരിക്കണം. വിശ്വാസത്തിൽ അടിയുറച്ച് കൂദാശ ജീവിതത്തിൽ ശക്തിപ്പെട്ട് നമ്മളുടെ മക്കൾ ജീവിക്കുന്നത് കണ്ട് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുവാൻ നമുക്കും ഇടയാവണം. ഈ അർത്ഥത്തിൽ നമ്മളുടെ കുടുംബജീവിതങ്ങളെ ഉടച്ചു വാർക്കുമ്പോഴാണ് കൃപ നിറഞ്ഞ കുടുംബങ്ങൾ എന്നുള്ള സങ്കല്പം പൂർണ്ണമാകുന്നത്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ബൈബിളിലെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്തുവാനുള്ള ശ്രമമാണ് നമ്മൾ ഈ 2 എപ്പിസോഡുകളിലായി നടത്തി വന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ തുടക്കം മുതൽ ഒടുക്കം വരെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം, കുടുംബത്തിന് നാന്ദി കുറിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വിവരിക്കപ്പെടുന്ന ഒരു വിശ്വാസ ഗ്രന്ഥമാണ്. മനുഷ്യ സൃഷ്ടിയിൽ പുരുഷനും സ്ത്രീയുമായി അവനെ സൃഷ്ടിക്കുന്നത് മുതൽ
കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിൽ അവസാനിക്കുന്ന വെളിപാട് പുസ്തകം വരെ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ കുടുംബങ്ങൾ സുസ്ഥിരമാകണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശ്വാസം പകർന്നുകൊടുത്ത് സ്നേഹത്തിന്റെ പരിശീലന കളരികളായി നമ്മളുടെ കുടുംബങ്ങളെ നമുക്ക് മാറ്റാം. നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്നേഹം പരിശീലിക്കട്ടെ, വിശ്വാസത്തിൽ മുന്നേറട്ടെ, നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ മനസാക്ഷി രൂപവൽക്കരിക്കപ്പെടട്ടെ. ഇങ്ങനെ കൃപ നിറയുന്ന കുടുംബങ്ങളാൽ ഈ ലോകത്തിൽ മാറ്റത്തിന്റെ ശംഖുലി വിതയ്ക്കുവാൻ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.